സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിമും ഹൈന്ദവരും ക്രൈസ്തവരും നമ്മളെല്ലാവരും എത്ര സ്നേഹത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്തുള്ള എല്ലാ മതങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള ഭിന്നിപ്പാണ് നിലവിലുള്ള ഭരണകൂടം സൃഷ്ടിക്കുന്നത്. മുസ്ലിമിന് ഹിന്ദുവിനെ കാണാൻ കഴിയില്ല, ഹിന്ദുവിന് ക്രൈസ്തവനെ വിശ്വസിക്കാൻ കഴിയില്ല, അയൽവാസികൾക്ക് പോലും പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ മനസ്സിനുള്ളിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കുകയാണ്. നാം ചിന്തിക്കേണ്ടത്, നമുക്ക് ജീവിക്കാൻ ഒരു പക്ഷേ ഭരണകൂടം മാറിയാലും ചുരുങ്ങിയ 10-20 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ജീവിക്കുന്നവരാണ്. എന്നാൽ അടുത്തൊരു തലമുറയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ 20 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മക്കൾക്ക് ജീവിക്കാനുള്ള ഒരു മണ്ണൊരുക്കാനുള്ള പ്രതിജ്ഞയെ വൈദേശിക ശക്തികൾക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ അവർ സമരം ചെയ്തില്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അവർ പോരാടി, അവർ അനുഭവിച്ചില്ല. അവർ പോരാടി, അവർ അനുഭവിച്ചില്ല. അവരിൽ പലരും മരണപ്പെട്ടു പോയി. പക്ഷേ നമ്മൾ ഇന്ന് പോരാടുന്നത് ഈ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ വഴികളിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരിക്കലും നമ്മുടെ വോട്ട് കുറയാൻ കാരണമാവരുത്.